ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഓണ വിഭവം പുളിയിഞ്ചിയാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പുളിയിഞ്ചി. പേര് പോലെ തന്നെ ഇഞ്ചിയും പുളിയും മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളൊരു വിഭവമാണിത്. കൂടെ കുറച്ച് മധുരവും നമ്മൾ ചേർക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഞാനൊരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, എരിവിന് വേണ്ടി പച്ചമുളകാണ് എടുത്തേക്കുന്നത്, 2 എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടി ശർക്കര ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളി വേണം, കുറച്ചധികം വാളംപുളി തന്നെ വേണം. ഞാനിത് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ പുളിയാണ് ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി നടുവേ ഒന്ന് ജസ്റ്റ് മുറിച്ചാൽ മതി, ഒരുപാട് ചെറുതായിട്ട് അരിയണ്ട. അതേപോലെ തന്നെ മുളകും അരിഞ്ഞു വെക്കുക. ഇഞ്ചി കൊത്തി കൊത്തി ചെറുതായിട്ട് വേണം അരിയാൻ, ഒരുപാട് വലിപ്പമാകരുത്. വളരെ ചെറുതാക്കി തന്നെ ഇഞ്ചി അരിഞ്ഞെടുക്കണം. ഇതേപോലെ കൊത്തി കൊത്തി അരിയണം. ഇനി നമുക്ക് ആ ശർക്കര ഒന്ന് പൊടിച്ചു വെക്കാം. ശർക്കരേൻ്റെ അളവൊന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, നമ്മളിടുന്ന പുളീൻ്റെ അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. നമുക്ക് സ്റ്റൗ ഓണാക്കി ചട്ടി വെക്കാം. ഞാൻ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിൽ ഈ എണ്ണയ്ക്കകത്ത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. നന്നായി ഞാൻ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ആ എടുത്ത പുളീൻ്റെ ഫുൾ പുളി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് വറുത്ത മല്ലിപ്പൊടിയാണ്. പിന്നെ വറുത്ത ഉലുവാപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വേവിക്കാൻ വെക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം കുറച്ച് നേരം. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കരേൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ചേർത്ത പുളീൻ്റെ അനുസരിച്ച് ഇത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പം ഈ എരിവും പുളിയും മധുരവും ഒരു ബാലൻസ് ചെയ്ത് നിൽക്കണം, ഒന്നും കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കണം. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് നമുക്ക് കുറുക്കിയെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി വറ്റിച്ചെടുക്കണം നമുക്കിത്. ഇത് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഇത് കുറുകും. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇത് വെറുതെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി വേറൊരു ഓണ വിഭവമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.